ഹായ് ഗൈസ്, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നത്തിന് അഞ്ചാമത്തെ ദിവസത്തെ എല്ലാ അപ്ഡേറ്റുകളുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ ഇപ്പോൾ പേടിച്ച് മുട്ടി വരച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഓരോ മന്ത്രിമാരും അതുപോലെ തന്നെ അവരുടെ പ്രൈം മിനിസ്റ്ററായ ഷെബാസ് ഷെരീഫിൻ്റെ ഓരോ വാർത്തയിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും പാകിസ്ഥാൻ എത്രമാത്രം വിറച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഇന്ത്യ 13ഓളം രാജ്യങ്ങളെടുത്ത് പാകിസ്ഥാനും ഈ പെഹൽവാൻ അറ്റാക്കിനുമായിട്ടുള്ള ഡയറക്റ്റ് ലിങ്ക് എടുത്തു പറയാനും അതുപോലെ തന്നെ അത് പ്രൂവ് ചെയ്യാനും ഇന്ത്യക്ക് പറ്റി എന്നതാണ് ഒരു വിജയം ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതുവരെ മാത്രം ലോകത്തുള്ള ഒറ്റ രാജ്യം പോലും പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. പക്ഷേ ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളായ ഇസ്രായേൽ, അമേരിക്ക, അതുപോലെ തന്നെ റഷ്യ, ഫ്രാൻസ് ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കാണ് സപ്പോർട്ട് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ FBI ഡയറക്ടറായ ക്യാഷ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇന്റലിജൻസ് ഇതായ തുളസി, അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ്, അങ്ങനെയുള്ള എല്ലാവരും ഇന്ത്യക്ക് ഫുൾ സപ്പോർട്ടാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇസ്രായേലിനും അമേരിക്കയിൽ നിന്നും സ്പെഷ്യൽ വെപ്പൺസ് അടക്കം ഇന്ത്യയിൽ വന്നതായിട്ടും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ തന്നെ പാകിസ്ഥാൻ വിറച്ചുപോയി. അപ്പോഴാണ് പാകിസ്ഥാൻ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെറിയ രാജ്യമല്ല, ഞങ്ങളും വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുറത്തു വന്ന് വീരവാദം നടത്തുന്നുണ്ടെങ്കിലും ഈ പാകിസ്ഥാന്റെ ആർമി ഹെഡിന്റെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം തന്നെ കുട്ടികളെയും അതുപോലെ തന്നെ ഫാമിലിനെയും എല്ലാം മറ്റ് വിദേശ രാജ്യത്തോട്ട് കയറ്റി അയച്ചതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് 100% വെരിഫൈ ചെയ്ത റിപ്പോർട്ടുമാണ്. അപ്പോൾ എത്രമാത്രം പേടി അവർക്കുണ്ട് എന്ന് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ വെള്ളം നിർത്തി കഴിഞ്ഞാൽ ചോരയായിരിക്കും ഒഴുകുന്നേ എന്ന് പറഞ്ഞ് ബുലാവ ബൂട്ടോ എല്ലാം പറഞ്ഞിരുന്നു. അപ്പോഴാണ് നമ്മളും ചെയ്തത്, ശരി, വെള്ളം നിർത്തുന്നതല്ല നിങ്ങളുടെ പ്രശ്നം, ഇന്ന് വെള്ളം കൂടുതൽ തുറന്നു വിടാം എന്ന് പറഞ്ഞ് തുറന്നു വിട്ട് പാകിസ്ഥാനിലും POKയിലും പല സ്ഥലത്തും ഇപ്പോൾ ഫ്ലഡ് നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു മാസം നമ്മൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വെക്കുക. അപ്പോൾ ഡാമിന്റെ മാക്സിമം കപ്പാസിറ്റി ആകുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് തുറന്നു വിടുക, വീണ്ടും അടച്ചു വെക്കുക, വീണ്ടും തുറന്നു വിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഏകദേശം അവരുടെ ഫുഡ് സെക്യൂരിറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യവും തകർന്നു പോകും. അപ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥ തകരും തോറും അവർ താഴോട്ട് വരികയാണ്. ഓൾറെഡി അവർ താഴോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കേണ്ടത്. ഇത് മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നു, കൃത്യമായുള്ള അറ്റാക്ക് നടത്തുന്നത്. ഇന്ത്യയിലെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇതാണ്. പീയൂഷ് ഗോയൽ അടക്കം പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ആ അറ്റാക്ക് നടത്തിയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ നേവി നല്ല സജീവമായി തന്നെ ഇപ്പോൾ കൂടുതലായിട്ടും ആന്റി മിസൈലുകളും അതുപോലെ തന്നെ മിസൈൽ ടെസ്റ്റ് എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ടും ഓപ്പറേഷൻ ആക്രമൺ എന്ന് പറയുന്ന ആ ഒരു എക്സസൈസ് നമ്മുടെ എയർഫോഴ്സ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നേവിയുടെ എക്സസൈസും കംപ്ലീറ്റ് ആവാനായിരിക്കുന്നു. ഇനി നമ്മുടെ മിലിറ്ററിന്റെ എല്ലാ രീതിയിലും സജീവമായി എല്ലാ ടാങ്കുകളും ഇപ്പോൾ സൈഡിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഓൾറെഡി അവർ ഷിംല എഗ്രിമെന്റിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് തന്നെ ഇപ്പോൾ LOC എന്ന് പറയുന്ന ആ ഒരു ബന്ധം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വട്ടം POK കയറി അറ്റാക്ക് ചെയ്യാനുള്ള കിട്ടിയ ഏറ്റവും വലിയൊരു ചാൻസ് ആണ്. അപ്പോൾ ഈ വട്ടം നമ്മൾ അത് വിടരുത്, കൃത്യമായി തന്നെ അറ്റാക്ക് ചെയ്ത് പാകിസ്ഥാന്റെ ഇത് നശിപ്പിക്കണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ആദ്യം റെസിസ്റ്റന്റ് ഫണ്ട് എന്ന് പറയുന്ന തീവ്രവാദി ഫണ്ടാണല്ലോ ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും ഞങ്ങളാണ് ഇത് ചെയ്തേ എന്ന് പറഞ്ഞെടുത്തത്. അപ്പോൾ പാകിസ്ഥാൻ ആർമി മാത്രമല്ല, ഇപ്പോൾ തീവ്രവാദികളും പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട തീവ്രവാദികളുടെ വീടുകളും സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറെ കാടുകളുടെ ഉള്ളിലെല്ലാം തന്നെ അവർ താമസിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ പിടിക്കുകയും അതുപോലെ തന്നെ AK-47 തുടങ്ങിയ ഗണ്ണുകളെല്ലാം തന്നെ പിടിച്ചെടുത്ത് കുറെ പേരെ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഞങ്ങളല്ല ചെയ്തേ എന്ന് പറഞ്ഞ് പുതിയ സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ തീവ്രവാദികൾ പുതിയതായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ ഞങ്ങളുടെ സിസ്റ്റം IT സെൽ ഹാക്ക് ചെയ്തുകൊണ്ട് മറ്റാരോ പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ എത്രമാത്രം കോമഡിയാന്ന് വിചാരിച്ചു നോക്ക്. അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ജമ്മു കാശ്മീർ 2200 പേരായി സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 15 പേര് ഡയറക്റ്റ് ആയിട്ട് തീവ്രവാദികളുമായിട്ട് ലിങ്ക് ഉള്ള കാര്യം ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, കുറെ ഒരു MLA അടക്കം ഇതിൽ ലിങ്ക് ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തീവ്രവാദികൾ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അറ്റാക്കുകൾ നടക്കുന്നത്. ഇവരാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നം. അത് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പാകിസ്ഥാൻ വിസ ക്യാൻസൽ ചെയ്ത് ഇന്ന് അവസാനത്തെ ദിവസമാണ്. എല്ലാ സ്ഥലത്തും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ തീവ്രവാദികളെയും അതുപോലെ തന്നെ എല്ലാ പാകിസ്ഥാനികളെയും ഇന്ന് ഇന്ത്യ വിട്ട് പോകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
ഇതിൽ പോകാത്ത ആൾക്കാരെല്ലാം തന്നെ അതായത് അറസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഗവൺമെന്റും ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ലീവ് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ അടുത്ത ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നത് അതായത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് ആയ ജയശങ്കറും അതുപോലെ തന്നെ അജിത് ഡോവലും പങ്കെടുക്കുന്നില്ല. അപ്പോൾ എന്തോ വലുതായിട്ട് നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമ്മിറ്റിൽ നിന്ന് അവർ സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അത് തീവ്രവാദികളെ ജസ്റ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ തീവ്രവാദികളെ വലിയ രീതിയിലുള്ള വെളുപ്പിക്കൽ പരിപാടികളുമായിട്ട് കുറേ അധികം ആൾക്കാർ ജിഹാദികൾ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല വീഡിയോകളും അടിയിൽ കമൻ്റ് എടുത്ത് നോക്കിയാൽ മതി. അതായത് തീവ്രവാദികൾക്ക് എതിരായി സംസാരിക്കുന്ന എല്ലാവരും തന്നെ ഇവരെ അതായത് ഒരു സൈബർ അറ്റാക്ക് നടത്തുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. അതായത് ഉള്ളിൽ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ക്രബ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുറ്റും നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ ടാർഗറ്റഡ് ആയി. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ പേടിക്കുന്നത് എന്താ വെച്ചാൽ അത് ഇത്രയും വലിയൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് പ്രതിരോധിക്കാൻ ഇപ്പോഴുള്ള ശക്തി ഇല്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് പെട്ടെന്ന് തന്നെ ഷെഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് രണ്ടുപേരും ന്യൂട്രലായിട്ട് അതായത് എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു അന്വേഷണം നടത്താൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അന്വേഷണം നടത്തേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഇന്ത്യ റിയാക്ട് ചെയ്തിട്ടുമില്ല. അതായത് ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അവരത് സമ്മതിക്കില്ല. എന്നാൽ ശരി മൂന്നാമത്തെ ഒരു രാജ്യത്തിന് അതായത് ഇസ്രായേൽ തുടങ്ങിയ മൊസാദിനെ കൊണ്ടുവന്ന് ഉള്ളിൽ വെച്ച് അന്വേഷിപ്പിക്കാന്ന് വെച്ചാൽ അതും അവർ സമ്മതിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിലാണ് പലരും പറയുന്നത് അതായത് ഇസ്രായേലിന്റെ മൊസാദും ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഏജൻസി റോയും കൂടെ ചേർന്നുകൊണ്ട് എല്ലാ സുപ്രധാന തെളിവുകളും കളക്ട് ചെയ്തിരിക്കുന്നു പാകിസ്ഥാനെതിരെയാണ്. അപ്പോൾ ഇതെല്ലാ രാജ്യങ്ങളും നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആദ്യമായിട്ട് UN സെക്യൂരിറ്റി കൗൺസിൽ തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഒരു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സ്ക്രൂ ആണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്? അപ്പോൾ നാളത്തെ പ്രധാന അപ്ഡേറ്റുകൾ നാളെ നമുക്ക് നോക്കാം.